നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിതാ വീണ്ടും അതിൻ്റെ ബാലൻസായിട്ട് തുടങ്ങാൻ പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ഖത്തറിൽ വന്ന് സ്പോൺസറും സുബരിക്കൊക്കെ വന്നു. ആ വീട്ടിൽ ലിബനാനിയുടെ വീട്ടിൽ ചെന്നു. ലിബനാനിയുടെ വീട്ടിൽ ചെന്ന് എനിക്ക് ഭക്ഷണം തരുന്നില്ല, ശമ്പളമില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി, പ്രയാസങ്ങളായി. അവൾ വാതിൽ കൂട്ടി ജോലിക്കും പോകുന്നു. അങ്ങനെ ആയപ്പോൾ എനിക്ക് അപ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞു. ലിബനാനിയുടെ വീട്ടിൽ വന്നിട്ട് ഒരു 5-6 മാസമായിട്ടുള്ളൂ. അപ്പം മൊത്തത്തിൽ ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷം ആവാറായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല, എനിക്ക് ശമ്പളമില്ല, ഭക്ഷണമില്ലല്ലോ. ശമ്പളം കിട്ടുന്നുണ്ട്, ഭക്ഷണം ഇല്ലല്ലോ. ഭക്ഷണം എന്തോരം കിടക്കും നമ്മൾ. പിന്നെ അവളും അടിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ അവളോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞിരിക്കല്ലേ, എന്നാലും ഞാൻ കുട്ടീനെ ഒരു കൈ കൊണ്ട് കുട്ടീനെ നോക്കും, ഒരു കൈ കൊണ്ട് ക്ലീനിങ് ചെയ്യും, മുടി അവൾ കെട്ടിത്തരും, ഒരു കൈ കൊണ്ട് ക്ലീൻ ചെയ്യും, ഒരു കൈ കൊണ്ട് എല്ലാവരും ചെയ്യും ഞാൻ പറ്റണ പോലെ. എന്നിട്ട് അവൾ ഒരു കാപ്പി മാത്രം തരുള്ളൂ, വേറെ ഒന്നും തരില്ല. വൈകുന്നേരം എന്താ ചെയ്യാന്നറിയോ? ഇവൾ ജോലി കഴിഞ്ഞ് വരെ 2 മണിക്കാണ്. ഈ 2 മണിക്ക് വന്നിട്ട് അവൾ ഒരു ബസ്മതിയുടെ അരി, ഒരു ഉരി അരി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് 2 കഷ്ണം കോഴിയുടെ കഷ്ണം എടുക്കും, കുഞ്ഞ കഷ്ണങ്ങളാക്കും, 4 കഷ്ണം. എന്നിട്ട് അതിൽ ഒരു 1/2 കിലോ തക്കാളി അങ്ങോട്ട് മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചാൽ അതും ആ ചാറും കൂടെ ഒഴിക്കും. എന്നിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് വേറെ ഉപ്പില്ല മുളകുമില്ല ഒന്നുമില്ല, വേവിച്ച് അവർ പാത്രങ്ങളിൽ കൊണ്ടുപോകും. എനിക്ക് ഒരു കൂട്ടാൻ പാത്രം പോലത്തെ കുഞ്ഞൊരു പാത്രത്തിൽ വിളമ്പി അവിടെ 1 ടീസ്പൂൺ, കൈ കൊണ്ടൊന്നും കഴിക്കാൻ പാടില്ല, 1 ടീസ്പൂൺ. അത് നമ്മൾ ചേരയുടെ നടുക്കഷ്ണം, ചേരനെ തിന്നണ നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കഷ്ണം എന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ ഞാനും ഇങ്ങനെ ഇത്തിരി ജീവൻ കിടക്കണ്ടേ, ഒരു ശകലം കഴിക്കൂട്ടാ. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോകണമെങ്കിൽ നിന്നാൽ ശരിയാവില്ല, അങ്ങനെ എനിക്ക് തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മോനോട്, എൻ്റെ 2ാമത്തെ മകനോട് ഞാൻ പറഞ്ഞേ, ലെറ്ററിൽ എഴുതി, മോനെ ഒരു കാര്യം ചെയ്യും, ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നീ ടെലഗ്രാം അടിക്കും. ഇപ്പം ഞാൻ നിൽക്കണം വീട്ടിലേക്ക് ടെലഗ്രാം അടിക്കും. അന്നൊക്കെ അങ്ങനെയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് കയറി വരാനാണ്, എനിക്ക് പറ്റണില്ല അവിടെ ഒന്ന് നിൽക്കാൻ എന്ന് പറഞ്ഞു. അവൻ ഈ ലെറ്റർ കിട്ടിയ വഴിക്ക് ടെലഗ്രാം അടിച്ചു, അവരുടെ ഫോണിലേക്ക്, അവരുടെ അഡ്രസ്സിലേക്ക് ടെലഗ്രാം അടിച്ചു. പക്ഷെ അവർ തന്നില്ല. അവർ വേണ്ടി എന്താണ് ടെലഗ്രാം അടിച്ചത്? അമ്മ മരണാവസ്ഥയായിട്ട് ആസ്പത്രിയിൽ കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് അമ്മേനെ അവിടെ നിന്ന് വിടണം, അമ്മയുടെ അമ്മയെ കിടക്കണേ എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം അടിക്കാൻ പറഞ്ഞു. ടെലഗ്രാം അടിച്ചു. അപ്പം എൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആദ്യം കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. ആ ടെലഗ്രാം അടിച്ചപ്പോൾ ഇവർ തന്നില്ല. ഇവർക്ക് ദേഷ്യം. ഇവിടെ വന്നിട്ട് 5-6 മാസമായിട്ടുള്ളൂ, ടിക്കറ്റ് എവിടെ നിന്നാണ് കാശ്, ടിക്കറ്റ് തരാനായിട്ട് എവിടെ നിന്നാണ് കാശ് എന്നും പറഞ്ഞ ദേഷ്യം വന്നിട്ട് ഇവള് എന്നെ കാണുമ്പോൾ ദേഷ്യം. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ടെലഗ്രാം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ വിടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ലെറ്ററിൽ എഴുതി വിട്ടു, മോനൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ സ്പോൺസറുടെ അഡ്രസ്സിലേക്ക് നീ ടെലഗ്രാം അയക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ സ്പോൺസറുടെ അഡ്രസ്സിലേക്ക് ടെലഗ്രാം അടിച്ചു. അപ്പോൾ ടെലഗ്രാം അടിച്ചപ്പോൾ സ്പോൺസർ ഇത് കിട്ടിയ വഴിക്ക് അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലീലയുടെ അമ്മ മരണാവസ്ഥയിൽ ആസ്പത്രിയിലാണ്, എത്രയും പെട്ടെന്ന് കയറ്റി വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് പറഞ്ഞു, അതെങ്ങനെയാണ് ശരിയാവുക? വന്നിട്ട് 1 കൊല്ലം പോലും എത്തിയിട്ടില്ല, ടിക്കറ്റ് കൊടുക്കുക, ഇവിടെ കാശ്, അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അറബിയൊന്നും മിണ്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവള് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടണില്ല. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും വേണം, ഇവർ വാതിൽ കൂട്ടി പോവുകയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, എനിക്കൊരു സൂത്രാത്ത് തോന്നി. ലാൻഡ് ഫോണാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 2-4 അക്കം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ റിങ് ചെയ്യും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ബുദ്ധി തോന്നി. ഞാനൊരു ദിവസം എന്ത് ചെയ്ത്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവ് എണീക്കുക രാവിലെ ഒരു 9 മണി 10 മണിയായിട്ടാണ്. ഞാൻ നേരത്തെ 8 മണിക്ക് എണീച്ച് പതുക്കെയൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കും, ഭിത്തി തുടയ്ക്കലും ചമര തുടയ്ക്കലും അടിക്കലും തോല അതൊക്കെ ചെയ്യാൻ നിൽക്കും. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നിയപ്പോൾ ഈ ഫോണിൽ ഈ നമ്പർ അടിച്ചു വെച്ചു. നമ്പർ അടിച്ച വഴിക്ക് അങ്ങോട്ട് ഫോണൊക്കെ ഇടുന്ന് ബെല്ലടിച്ചു. ഈ ബെല്ലടി കേട്ടോ, ഞാനെന്ത് വെച്ചു, ഓടിച്ചെന്ന് ഫോണെടുത്തിട്ട് ഹലോ ആരാ ചോദിച്ചിട്ട് ഞാനവിടെ അഭിനയിച്ചു. അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ, എന്താ ഇവരറിയിച്ചിട്ട് എന്നെ അറിയിക്കാൻ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം, എനിക്ക് എൻ്റെ നാട്ടിൽ പോയിട്ട് എൻ്റെ അമ്മേനെ കാണണം, അമ്മേന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറക്കെ നിലവിളിച്ചു, നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. അർപ്പിച്ചോടി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. ഓടിയാൻ വന്നിട്ട്
ദേഷ്യപ്പെട്ടു, എന്നോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ അറബി അറിയാം, എനിക്ക് എൻ്റെ മാമ ഫിമോത്ത് എനിക്ക് പോകണം, എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു എങ്ങനെ പോകാനാ, അതൊന്നും ശരിയാവില്ല, വന്നിട്ട് 1 കൊല്ലം പോലും ആയിട്ടില്ല, 2 വർഷത്തേലെ ടിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ അവൾ എൻ്റെ ചെകിടത്ത് അടിച്ചുട്ടാ, ചെകിടത്ത് അങ്ങോട്ട് 2 അടി അടിച്ച വഴിക്ക് ഞാൻ കഥക്ക് തുറന്ന് ഓടാൻ നോക്കി. അപ്പോഴേക്കും ഈ ലിബനാനി അറബി ഓടിയാ വന്ന് എന്നെ പിടിച്ച് വലിച്ചങ്ങോട്ടിട്ട് കഥക പൂട്ടി. എന്ത് ചെയ്യും ദൈവമേ, ഞാൻ അങ്ങോട്ട് നിലവിളിച്ചു. അപ്പം തന്നെ എന്ത് ചെയ്തു, ആയിഫ എന്നുള്ള പേരിട്ട. ആയിഫ എൻ്റെ അറബിയുടെ പെങ്ങൾക്ക് വിളിക്കുകയാണ്. ഞാനപ്പം എന്താ ചെയ്താൽ വിളിക്കുന്നത് കേട്ടു വഴിക്ക് അടുത്ത പോയി ഞാനാ നിലവിളിച്ചു, മാമാ എന്നെ തല്ലി തവിടുപടിയേക്ക്, മാമാ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം മാമാ ഇതൊന്ന് നിലവിളിച്ചത് എൻ്റെ അറബിയുടെ പെങ്ങളെ കേട്ടു. പെങ്ങളെ കേട്ട വഴിക്ക് എന്താ അവിടെ ഞാൻ ചോദിച്ചു. അപ്പോൾ കാര്യം പറഞ്ഞു, ഇവള് പറഞ്ഞു നാട്ടിൽ പോകണമെന്ന് പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ, എങ്ങനെയാണ് 2 വർഷത്തേക്കുള്ള ടിക്കറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു അത് ശരിയാവില്ല, കയറ്റി വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് ദേഷ്യം വന്നിട്ട് എന്നെ അടിക്കണേ, ചെറുട്ടത്തടിക്കുക. അങ്ങനെ ആയി. അന്ന് പിറ്റേ ദിവസം എൻ്റെ തുണികളൊക്കെ ബാഗിലാക്കി നേരെ എൻ്റെ അറബിയുടെ പെങ്ങളവിടെ വന്നിട്ട് അറബിയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് എന്നാണ് നമുക്ക് ഫ്ലൈറ്റ് എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ടിക്കറ്റ് എടുത്ത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേശ്ശല്ല അറബിയറുള്ള. അപ്പോൾ എന്നോട് ചോദിച്ചു, ലൈല എന്നും വിളിക്കും, ലീല എന്നും വിളിക്കും. ലൈല ഇനി നാട്ടിൽ പോവാണ്, പോകണം, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം. ശരി, അമ്മേനെ കണ്ടിട്ട് വരുന്നുണ്ടോ? ഞാൻ വരാം, എനിക്ക് ആ വീട് വേണ്ട, എനിക്കപ്പോൾ ഈ വീട്ടിലൊക്കെ നിൽക്കുന്ന ജോലിക്കാർക്കൊക്കെ നല്ല സുഖം, അപ്പം എനിക്ക് നല്ല വീട് നിങ്ങൾ തന്നാൽ മതി, ഇവിടെ നോക്കിയാൽ നല്ല വീട്, എനിക്കത് വേണ്ട കേട്ടാന്ന് പറഞ്ഞു. എന്നാൽ ശരി, അപ്പോൾ ടിക്കറ്റ് എടുക്കുക. അവർ മറ്റൊരു ഈ ആയിഫ ടിക്കറ്റ് എടുത്തു, ഞാൻ ലിബനാനിയുടെ വീട്ടിൽ അവർ പോയി ടിക്കറ്റ് എടുത്തപ്പോൾ ഒരാഴ്ചയിൽ എനിക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ഈ അറബിയുടെ പെങ്ങളെന്ത് ചെയ്തു, ലൈല നിനക്ക് ഒന്നുമില്ലല്ലോ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. ഇത് ആ വീട്ടിലത്തെ അറബി പിള്ളേരുടെ ഡ്രസ്സുകളും എനിക്ക് ചുരിദാറും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് ടിക്കറ്റ് ഇന്ന ദിവസമാണ് ടിക്കറ്റ്, നീ ഇവിടുത്തെ ഖദ്ദാമയുടെ അടുത്ത് നിന്നോ എന്നും പറഞ്ഞ് ഞാൻ അവിടെ ശ്രീലങ്കയാണ്, അവളെ അടുത്ത് നിന്ന് അങ്ങനെ നിന്ന് ഞാൻ കയറി വരാൻ നിൽക്കുക. അപ്പോൾ അറബിക്ക് സ്പോൺസർക്ക് കൊണ്ടാക്കാൻ ഒരു വിഷമം, കാരണം എന്നെ ക്യാൻസൽ അടിച്ച് വിടാൻ എനിക്കറിയില്ല. അപ്പോൾ സ്പോൺസർക്ക് ഒരു വിഷമം, ക്യാൻസൽ അടിച്ച് വിടാൻ വിഷമം. സ്പോൺസർ എന്ത് ചെയ്തു, സ്പോൺസറുടെ വേറൊരു കൂട്ടുകാരനാണ് ഈ പെട്ടിയൊക്കെ ശരിയാക്കി എന്നോട് അന്ന് പൊക്കോളോട്ടോ, അതില വിഷമിക്കണ്ട, അത് ചെന്ന് കഴിഞ്ഞാൽ വിവരം അറിയിച്ചോളാം പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് വിട്ടു. എയർപോർട്ടിൽ ചെന്നപ്പോൾ എൻ്റെ സ്പോൺസറുടെ കൂട്ടുകാരൻ എന്നെ അങ്ങോട്ട് കയറ്റിയൊക്കെ വിടൽ കഴിഞ്ഞു, ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. കഴിഞ്ഞിട്ട് അയാൾ പോയി. അപ്പോൾ ഞാൻ പ്ലെയിനിൽ കയറിയിരുന്നപ്പോൾ അടുത്തുള്ളവർ ചോദിച്ചു ക്യാൻസൽ അടിച്ചോന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇല്ല, പോയിട്ട് വരുന്നു. അപ്പം ഇവർ പാസ്പോർട്ട് മേടിച്ച് നോക്കിയപ്പോഴേ ചോന്ന സീല്. എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നിട്ട് ഞാനങ്ങോട്ട് കരഞ്ഞു, ദൈവമേ ഇനി ഞാൻ എന്താ ചെയ്യുക, എനിക്ക് നല്ല വീട് കിട്ടേണ്ടതല്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് അങ്ങനെ നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ പൈസയില്ലല്ലോ, കടം മേടിയിട്ടില്ലല്ലോ, 10 പൈസയില്ല, 4 മക്കൾ എല്ലാം കൊണ്ടും കഷ്ടത്തിൽ അങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുക. ഇപ്പം എനിക്ക് തോന്നി അല്ല വീണ്ടും ഗൾഫിൽ പോവാം എന്നങ്ങനെ തോന്നി. അപ്പോൾ ഈ പാസ്പോർട്ടുള്ളവർ അന്വേഷിച്ച് വരില്ല, അപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് 1 മാസം നിൽക്കുമ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്, നീ ഗൾഫിൽ പോകണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോയി വന്നു, അതൊന്നും ജോലിയാത്തൊരു കാര്യം ചെയ്തു, നല്ലൊരു വീടുണ്ട്, എന്നാൽ പോവുകയെന്ന് ചോദിച്ചു. മലയാളിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പോവായിരുന്നു എന്ന് ഞാനും പറഞ്ഞു. അപ്പം എന്നാൽ ശരിയെന്നും പറഞ്ഞ് അന്നും ബോംബെയിൽ നിന്ന് പോകണം. അപ്പോൾ ബോംബെക്കുള്ള റെഡിയാക്കി ബോംബെയിൽ ചെന്ന് അവിടെ ചെന്ന് വേഗം ഒരാഴ്ച കൊണ്ട് മസ്കറ്റിലേക്ക് മസ്കറ്റിൽ പോകാനായിട്ട് വിസ റെഡിയായി കിട്ടി. മസ്കറ്റിൽ ചെന്നിട്ട് ഞാൻ മൂദേവി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ അവിടുത്തെ അറബി സ്പോൺസർ പോലീസുകാരാണ്, ഭാര്യ ടീച്ചറാണ്. ഒക്കെ നാട്ടിൽ പോലീസുകാരും ടീച്ചർമാരും നഴ്സുമാരുള്ളൂ. അപ്പോൾ അവർ മസ്കറ്റിലെ റൂവിയിൽ വന്നിട്ട്
വീട്ടിൽ വാടകയ്ക്ക് ഒരു റൂമുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ലൈലിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. സന്തോഷമായി, വർത്തമാനം പറഞ്ഞു, കുറച്ചൊക്കെ അറബി അറിയും. അങ്ങനെ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മൂദേവിയിലേക്ക് അവിടെ നിന്ന് ഒരു 4-5 മണിക്കൂറുണ്ട് കേട്ടോ. മൂദേവി എന്ന് പറഞ്ഞ സ്ഥലം മസ്കറ്റിൽ. അങ്ങനെ അവിടെ കൊണ്ടു ചെന്നു. അവിടെ കൊണ്ടു ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞ് അതിൽ പോയി കുളിച്ചോ നമ്മൾ കുളി കഴിഞ്ഞ് വന്നു. അതിനെ ചോറ് വയ്ക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാം മാമാന്ന്. എന്നാൽ ശരി അരി എടുത്ത് വറ്റിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ അരി കഴുകി വെള്ളത്തിലിട്ട് കഴുകി ഞാൻ വയ്ക്കാൻ, ഈ വാരിയിട്ട് വറ്റിച്ചാൽ മതി എന്ന്. ശരിയെന്ന് പറഞ്ഞു. ഇവളെന്നെ പരീക്ഷിക്കാൻ, എനിക്കതറിയില്ല കേട്ടോ. ഇവളെന്ത് ചെയ്തു, ഇവിടെ നെനിച്ച് പോയി അരി കഴുകുമ്പോൾ മോതിരം ഊരി ഈ അരിയിലിട്ടു, ഈ കഴുകണ പാത്രത്തിലിട്ടു, വെള്ളം അരിയും കൂടെ. ഞാൻ ചെന്ന് കഴുകി വരുമ്പോൾ മോതിരം കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അയ്യോ മാമ അദ്ദേഹത്തിൽ മോതിരം കിടക്കണമെന്ന് പറഞ്ഞു. ആ അതന്നെ ഊരിപ്പോയത് അങ്ങോട്ട് കൊണ്ടുവരേ എന്ന് പറഞ്ഞു കേട്ടോ. ഞാനങ്ങനെ അരി കഴുകി അടപ്പത്തിടലും കഴിഞ്ഞ് ഈ മോതിരം കൊണ്ടുവന്ന് മാമയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വെള്ളം ഇങ്ങനെ വറ്റി. ഇപ്പം നെയ്ച്ചോറ വയ്ക്കുക, വെള്ളം വറ്റി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ലൈല ഇനി നമുക്ക് കറി വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കോഴീനെ എടുത്ത് അവൾ കാണിച്ചു തന്നു. അതുപോലെയൊക്കെ മുറിച്ച് എന്താ ചെയ്യേണ്ടത് അതുപോലെ കാണിച്ചു തന്നു. വെറുതെ ഒരു സവാളയും ഒരു തക്കാളിയും വേണ്ടോ, വേറെ ഇതൊന്നും വേണ്ട. ആ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളം കുടിക്കണ ഈ ചോറിനുള്ളിൽ ഈ വെള്ളം കോരി വെച്ച് തിന്നാതാണ് അവിടുത്തെ തീറ്റ. അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് അവളെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ. പക്ഷെ 5 മക്കളുണ്ട്. 5 മക്കളുണ്ടെങ്കിലും എനിക്ക് സന്തോഷമായി അവിടെ ചെന്നപ്പോൾ. പക്ഷേ സന്തോഷമായതുകൊണ്ട് വേണ്ട പണി, ഇഷ്ടം പോലെ പണിയെന്ന് പറഞ്ഞാൽ വീടൊക്കെ വൃത്തിയാക്കണം. വലിയ വീടൊന്നുമല്ല, പക്ഷെ വീടൊക്കെ വൃത്തിയാക്കണം. രാവിലെ ഇവള് ജോലിക്ക് പോവും, പിള്ളേർക്ക് കാപ്പി ഉണ്ടാക്കണം, കുബൂസ് കൊടുക്കണം, ഇവരെ യാത്രയ്ക്ക് വിടണം, മുടി കെട്ടി കൊടുക്കണം. ഇതെല്ലാം ചെയ്ത് പോയി കഴിഞ്ഞാൽ കൊച്ചൊരു കുട്ടിയുണ്ട്, അതിനെ നോക്കണം, വീടൊക്കെ ക്ലീൻ ചെയ്യണം, തുണികൾ കഴുകണം. എന്നാലും ഇതൊക്കെ ചെയ്യും ഞാൻ നേരത്തോടെ ഒക്കെ ചെയ്ത്. പിന്നെ ഉച്ചയ്ക്ക് ഇവർ വരുമ്പോഴേക്കും അപ്പോൾ അറബിയുടെ ജോലി മസ്കറ്റിലാണ്. അപ്പോൾ അറബി ആഴ്ചയിൽ ഒരു ദിവസം വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവള് ഉച്ചയ്ക്ക് വരും, അങ്ങനെ ഭക്ഷണം കഴിക്കും. ഒരു കുഴപ്പമില്ല, അവൾ പിന്നെ കിടന്നു ചിലപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിടന്ന് ഉറങ്ങും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയ്യോ ഈത്തപ്പഴത്തിൻ്റെ കാലം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഇട്ട മിറ്റ ഈത്തപ്പഴം അങ്ങോട്ട് വണ്ടിയിൽ വന്ന് ചെരിഞ്ഞ് കൂട്ടുകയാണ്. ഒരു പാകിസ്ഥാനി പറമ്പിൽ നിൽക്കണം. ദൈവേ ഈത്തപ്പഴത്തിന് വീട്ടിലത്തെ പണി കഴിഞ്ഞ് ഈത്തപ്പഴം ശരിയാക്കാതിരിക്കണം. അത് ഈത്തപ്പഴം 4 സൈസിൽ മാറ്റണം. പൊട്ടിയത് മാറ്റണം, പച്ച മാറ്റണം, പച്ചയും പഴുത്തതും മാറ്റണം, പിന്നെ നല്ല പഴുത്തതും മാറ്റണം. അപ്പോൾ ഈ പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ ആട്ടങ്ങൾക്ക് തീറ്റ കൊടുക്കണം. അങ്ങനെയൊക്കെ മാറ്റണം. അപ്പം എനിക്ക് ഇഷ്ടം പോലെ പണിയാണ്, വൈകുന്നേരം വരെ പണിയാണ്. അതിൻ്റെ ഇടയിൽ 6 മണിയാകുമ്പോൾ അത് നിർത്തി വയ്ക്കണം, ഇവർക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കണം, ഇവർക്ക് ചായ ഉണ്ടാക്കണം. അയ്യോ ഇഷ്ടം പോലെ പണിയാണ്. എന്നാലും സാരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈത്തപ്പഴം മുഴുവൻ നല്ല ഈത്തപ്പഴമൊക്കെ എടുത്ത് കഴുകി വെയിലത്തിട്ട് ഒരു വിധം പകുതി ഉണക്കാകുമ്പോൾ അത് ബക്കറ്റിൽ നിറച്ച് അമക്കി ജീരകം എള്ളമൊക്കെ ഇട്ട് നിറച്ച് അമക്കി വെക്കും. ഒരു വർഷത്തേക്കുള്ള കേട്ടോ. ഇവരാരെങ്കിലും വിരുന്ന് കഴിഞ്ഞാൽ മദറിലൊക്കെ കാപ്പിയും ഈത്തപ്പഴമാണ് അവരുടെ പ്രധാനം. അപ്പം അങ്ങനെയാണ് വെക്കട്ടോ. അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഈത്തപ്പഴത്തിൻ്റെ പണി ഒരു സീസണിലുള്ള അത് കഴിഞ്ഞാൽ പിന്നെ ചെറുനാരങ്ങ കൊണ്ടുവന്ന് കൂട്ടണ. അയ്യോ ചാക്ക് കണക്കിന് ചെറുനാരങ്ങ കൊണ്ടുവരിക. എന്നിട്ട് പറഞ്ഞല്ല ഇതൊക്കെ പിഴിഞ്ഞ് കുപ്പിയിലാക്കി വെക്കണം, പിഴിഞ്ഞെടുത്ത് കുപ്പിയിലാക്കി വെക്കണം, വെയിലത്ത് വെക്കണം. അപ്പം ഞാൻ അതെന്തിനാ മാമ? ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാരങ്ങ വെച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് പിന്നെ രാവിലത്തെ പണിയോട് കഴിഞ്ഞാൽ ഇത് പിഴിയാനിരിക്കുക, വെയിലത്ത് വയ്ക്കുക, അത് മാറ്റുക, അതൊരു കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കണം. അങ്ങനെ പണിയുടെ പണി കിട്ടാ. എന്നാലും കുഴപ്പമില്ലല്ലോ, ചീത്ത അടിയൊന്നുമില്ലല്ലോ. പിള്ളേരും നല്ല അങ്ങോട്ട് ഞങ്ങൾ കൂട്ടുകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കാനൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഈ എന്താ പറയുക ഓർമ്മക്കുറവ് പോലെയാണ് ഇവൾക്ക്. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഇവൾക്ക് ഇഷ്ടം പോലെ സ്വർണ്ണങ്ങൾ എടുത്ത് കൂട്ടും. ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ എടുത്ത് കൂട്ടിയിട്ട് ഒരു ചെറിയൊരു പെട്ടിയിൽ അടക്കി വയ്ക്കും. അതെനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഇവൾ 3-4 പവൻ്റെ ചെയ്യിട്ടിട്ട് സ്കൂളിലേക്ക് പോയി. ഈ സ്കൂളിൽ പോയി വന്നിട്ട് അത് ഊരി എറിഞ്ഞിട്ടു. അപ്പോൾ എൻ്റെ വേറെ മുക്കാന്നാട്ടാ എറിഞ്ഞൊരു ഭാഗത്തിട്ടു.
അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കത് കിട്ടി. അപ്പോൾ ഞാൻ മുക്കാന്ന് വിചാരിച്ചിട്ട് ഞാനത് കാർപ്പറ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്, കാർപ്പറ്റിൻ്റെ അടിയിലിട്ടത് മുക്കാവും, അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ കളയില്ല, ഇവിടെ അന്വേഷിക്കുന്നില്ല. അവിടെ നിന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ 2 പെൺകുട്ടികളുണ്ട്. ആ 2 പെൺകുട്ടികൾക്ക് മാല, 2.5 പവൻ്റെ മാല, ഇറക്കില്ലാത്ത മാല ഇട്ട് കൊടുത്തു, പെരുന്നാളിന് ഇട്ട് കൊടുത്തു. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഊരി ഒരു ബാഗിലിട്ടിട്ട് ഇവരുടെ ബാഗ് ഞാൻ തോളിക്കൂടി ഇട്ടിട്ട് കളിക്കും. നമ്മളിവിടെയൊക്കെ കുട്ടികൾ കളിക്കണം മാതിരി കളിച്ച് ബാഗൊക്കെ ഒരുത്തർ കൊണ്ട് ഇടുകയാണ്. അപ്പോൾ ഇടുമ്പോൾ ഇങ്ങനെ കുറേ ബാഗുകൾ കേടുവന്ന് ഇങ്ങനെ കിടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിൽ അതെല്ലായിടത്തും പോയി തീയിട്ടിട്ട് ആ വീട് വൃത്തിയാക്ക് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഈ ബാഗുകളൊക്കെ പറക്കിക്കൊണ്ട് തീയിടാൻ പോകുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ തുറന്ന് നോക്കും. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ 2 മാല. അപ്പോഴും എൻ്റെ വിചാരം ഇത് മുക്കണം, ഇത് അന്വേഷിക്കണില്ല. അതും കൊണ്ട് ഞാൻ കാർപ്പറ്റ് പൊളിച്ച് അതിൻ്റെ അടിയിലിട്ടു. അത് കഴിഞ്ഞ് ബാഗുകളൊക്കെ കൊണ്ട് കച്ചറയിലിട്ടു, തീയിട്ടില്ല, കച്ചറയിലിട്ടു. പിന്നെ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോതിരം അതിങ്ങനെ വഴിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ, അതും കൊണ്ട് കച്ചറയിലിട്ടു. അങ്ങനെ ഒരു 5-10 പവൻ്റെ സ്വർണ്ണം എനിക്ക് കിട്ടി. സ്വർണ്ണം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ കിട്ടി. ഞാനാണെങ്കിൽ ഉരച്ച് നോക്കും, ഒരു മാറ്റമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കാർപ്പറ്റിനുള്ളിൽ ശേഖരിക്കുക. എനിക്ക് അളമാരി തന്നിട്ടുണ്ട്, പക്ഷെ അളമാരിൽ വെക്കില്ല. ഇവരങ്ങനെ വല്ല സംശയം തോന്നിയിട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അവൾക്ക് തന്നെ വിശ്വാസമായി, അരിയിൽ മോതിരട്ടിട്ട് എടുത്തില്ലല്ലോ. പിന്നെ തന്നെയല്ല, ഇവള് സ്വർണ്ണമെന്നുണ്ടെങ്കിൽ അന്വേഷിക്കില്ല, ഒരു സാധനം അന്വേഷിക്കണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും പെരുന്നാൾ വന്നപ്പോൾ ഒരു കുട്ടിയുടെ സംസ എന്ന് പറയും, സംസാര കയ്യുമ്മ 2 വളയിട്ടുണ്ടായിരുന്നു. ഈ വള കാണാനില്ല. അപ്പോൾ ഇവിടെ അനിയത്തിയുടെ വീട് അടുത്തുണ്ട്, ശേഖ എന്ന പേര്. അനിയത്തിയുടെ വീട്ടിലൊരു ജോലിക്കാർ ശ്രീലങ്കക്കാരുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഈ സംസ എന്ന് പറയുന്ന കുട്ടി കുളിക്കാൻ ബാത്റൂമിൽ കയറിപ്പോൾ ഈ വള ഊരി വെച്ചപ്പോൾ ഈ ശ്രീലങ്കക്കാർ ശാന്തി എന്ന പേര്, ഇവള് ഇതെടുത്ത് ഇവളെ അൾമാരിൽ കൊണ്ടുവച്ചു. ഇതൊന്നും നമ്മളറിയില്ല കേട്ടോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ലൈല സംസാരം വള കാണാനില്ല, സംസയ്ക്ക് പെരുന്നാളിന് ഇട്ട് കൊടുത്തു. അയ്യോ എനിക്കറിയില്ല മാമ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്നും. എനിക്കറിയാം, വീട്ടിൽ എടുക്കില്ല, അറിയാം എന്നും പറഞ്ഞ് അറബിയും അവളൊക്കെ കൂടി ഇങ്ങനെ അന്വേഷണം നേരത്തെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാ മുക്കിലും മൂലയും. അപ്പം ഞാൻ പറഞ്ഞേ, മാമ എൻ്റെ ആൾമാരിൽ നോക്ക്, അവിടെ ഉണ്ടോ നോക്ക് എന്നാണ്. വേണ്ട, ലൈലാനെ നല്ല വിശ്വാസമാണ്, ലൈല എടുത്ത് വയ്ക്കില്ല. അപ്പോൾ ഇവളെന്ത് ചെയ്തു, അനിയത്തിക്ക് വിളിച്ചു, ഷേഖയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഷേഖ നീ ശാന്തിനെ ഇങ്ങോട്ട് വിട് ലൈലയുടെ അടുത്തേക്ക്, അത് നീ ആളന്മാർ തുറന്നിട്ട് സംസാര വള കാണാല്ലേ, നീ ഉണ്ടോ നോക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശാന്തി എൻ്റെ അടുത്ത് വന്നു. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കുറേ നേരമൊക്കെ ഇരുന്നു. അവളവിടെ നോക്കിയപ്പോൾ അവിടെ ആൾമാരിലിരിക്കുന്നു വള തന്നെയല്ല, വേറെ എന്തൊക്കെയോ 2-3 കൂട്ടങ്ങൾ. എന്നിട്ട് ഇവളങ്ങോട്ട് ചെന്നു, ഇവളെ അങ്ങോട്ട് ചീത്ത പറയലായി, ഇവളെ കയറ്റിവിടാൻ നോക്കലായി, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ ഇരിക്കണ സമയത്ത് പിന്നെ ഒരു കൊല്ലവും കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തല്ലൂട്ടം നടന്നു, പ്രസവിച്ചപ്പോൾ ഭയങ്കര വിരുന്നുകാരുടെ കളി, എപ്പോഴും വിരുന്നുകാർ. എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ല. 2 മണിക്ക് എണീപ്പിക്കുക, 2 മണിക്ക് എണീപ്പിച്ചിട്ട് ഓരോ പണികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് നാട്ടിൽ പോകണം, ഇങ്ങനെ എനിക്ക് പറ്റില്ല, ഞാനിത് ആദ്യമായിട്ടൊന്നല്ല നിങ്ങളുടെ വീട്ടിൽ നിൽക്കണം, ഞാൻ പല സ്ഥലത്തും പോയിട്ടുള്ളത്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അറബിച്ചങ്ങനെ പറഞ്ഞു. അറബിച്ച മിണ്ടണില്ല, വിഷമമായി. അപ്പോൾ എൻ്റെ അറബിക്ക് വിഷമമായി. അറബി പറഞ്ഞു, പണി ഇത്തിരി കുറച്ച് കൊടുക്ക് എന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പ്രസവിച്ച് കിടന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ വരും, പറഞ്ഞവർക്ക് മുഴുവൻ ഫ്രൂട്ട്സും കാപ്പിയും ഈത്തപ്പഴവും ഒക്കെ വെച്ച് കൊടുക്കണം. അതിപ്പം ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കണം, പിന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ വിരുന്നുകാർ വരലായി, വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കലായി. അങ്ങനെ ആയി അങ്ങോട്ട് പണത്ത് തോറ്റു. ശമ്പളമൊക്കെ ഒരേപോലെ, നാട്ടിലത്തെ 5000 രൂപയുള്ള. അങ്ങനെ ചെയ്തിരിക്കണ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അറബി പറഞ്ഞു, സാരില്ല ലൈല, എന്തായാലും അടുത്ത 2 വർഷം എത്തിയിട്ട് പോകാം, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ശരി, എനിക്കിതുപോലെ പണിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്നൂട്ടാ. ഇനി നമ്മൾക്ക് ഇതിന് ശേഷം നമ്മൾ ഞാൻ പറയാം കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്കും വേണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.